ഹലോ ഗൈസ്, ഈ കാണുന്നത് ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റാണ്. അതായത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് ഇടുക്കിക്ക് പോകുന്ന റൂട്ടിൽ കറക്റ്റ് ഏകദേശം 30 കിലോമീറ്ററോളം വരും ഈ ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ്. അതായത് ഉടുമ്പന്നൂർ പോണ വഴി നമ്മൾ ഇടുക്കിക്ക് പോകണതാണ്. അതായത് 2 റൂട്ടാണുള്ളത്. ഒന്ന് നമ്മൾ ഇടുക്കിക്ക് പോകാൻ വേണ്ടി അശോക എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് തൊടുപുഴയിൽ നിന്ന് മുട്ടം വഴി അശോക എന്ന് പറയുന്ന വഴിക്ക് പോകുമ്പോഴും ഇടുക്കിക്ക് പോവാം. ഇത് കൂടാണ്ട് ഉള്ള വഴിയാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് ഉടുമ്പന്നൂർ, അതൊരു ഫോറസ്റ്റ് ഉള്ളിലുള്ള ഒരു വഴിയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. എല്ലാവരും പോണത് കൂടുതൽ മറ്റേ വഴിയായിരിക്കും. പക്ഷേ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുകുന്ന് വ്യൂ പോയിന്റിൽ എത്താം. ഏകദേശം തൊടുപുഴയിൽ നിന്ന് 30 കിലോമീറ്റർ 51 മിനിറ്റോളം വരും. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അപ്പുറേ വഴിയാണ് പോകണമെങ്കിൽ കുളമാവ് കഴിഞ്ഞിട്ട് നമ്മുടെ അശോക വഴിയാണ് ഇടുക്കിക്ക് പോകണമെങ്കിൽ കുളമാവ് കഴിഞ്ഞിട്ട് ഏകദേശം 6.6 കിലോമീറ്റർ, അതായത് ഒരു 13 മിനിറ്റോളം ലെഫ്റ്റ് കയറി പോകണം. പാറമട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ഈ ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റോട്ട് എത്തുന്നത്. ഞാൻ പോയതിൽ വെച്ച് എനിക്ക് ഒത്തിരി വ്യൂ പോയിൻ്റ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയത് ഏകദേശം 2 മണി, ഉച്ചയ്ക്ക് 2 മണി സമയമായപ്പോഴും ഈ ഇപ്പോഴത്തെ വെയിലൊരു ചൂടറിയാമല്ലോ. പക്ഷേ നമ്മളതിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേനും വെയിലുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര ടയേർഡാവില്ല. നടക്കാനാണെങ്കിൽ നമ്മൾ സാധാരണ വ്യൂ പോയിൻ്റ് നമ്മൾ ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് നോക്കുക, നടന്ന് കാണാനുള്ള സ്ഥലങ്ങൾ. ഇതിപ്പോൾ നമ്മൾ ഏകദേശം കണ്ടില്ല. ഈ കാണുന്നത് അപ്പുറത്തെ മലയാണ്. ഞാനത് ഷൂട്ട് ചെയ്താണ്. അപ്പോൾ നമ്മൾ 2 മലയുടെ നടുക്കുള്ള ഗ്യാപ്പൊക്കെ കാണുന്നില്ല. അപ്പോൾ അതിന് ഇപ്പുറത്തെ മലയുടെ ഇങ്ങേ അറ്റമാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം നമ്മൾ അങ്ങേ അറ്റത്ത്, ഇവിടുന്ന് അങ്ങേ അറ്റത്തെ മലയുടെ ടോപ്പ് കാണുന്നില്ലേ, ആ ടോപ്പ് കാണുന്ന പോലെ തന്നെ അവിടെ നിന്ന് നോക്കി ഇവിടുത്തെ ടോപ്പ് കാണാം എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇങ്ങേ അറ്റം ഇത് കാണുന്നില്ല. ആ സൈഡ് എനിക്ക് തോന്നുന്നു ഏകദേശം മൂലമറ്റം ആ സൈഡൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് കണ്ടോ, ഈ കാണുന്ന സ്ഥലത്തൂടെ നമ്മളിങ്ങനെ നടന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ചങ്ങ് വ്യൂ പോയിൻ്റോട്ട് കയറിയിട്ട് കണ്ടോ, നടന്ന് കയറി അങ്ങ് നടന്ന് പോകുമ്പോഴത്തേനും പിന്നെ നടക്കാൻ വേണ്ടി അങ്ങ് സ്ഥലം കാണാനുണ്ട്. സാധാരണ നമ്മൾ വ്യൂ പോയിന്റിലൊക്കെ പോയാൽ കുറച്ച് സ്ഥലങ്ങൾ നമ്മളിങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഇടാം. പക്ഷേ ഇതല്ല, ഇങ്ങ് നടന്ന് കുറേ പ്ലേസ് ഉണ്ട്. നമ്മൾ എത്ര വെയിലുള്ള സ്ഥലമാണെങ്കിലും നമ്മൾ ഫുഡൊക്കെ ആയിട്ടാണ് കയറുന്നതെങ്കിലും നമുക്കങ്ങ് നടന്നു പോയിട്ട് അതിന് നടുക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനും തണലുള്ള സ്ഥലങ്ങളും ഇഷ്ടംമാതിരി. പക്ഷേ നമ്മൾ ബോറിങ് വരുന്നില്ല. നമുക്ക് നടക്കുമ്പോഴാണെങ്കിലും അത്ര ടയേർഡ് തോന്നണില്ല. നമ്മൾ കറക്റ്റ് നല്ല പോലെ നടന്ന് നമുക്ക് സൈഡിൽ കൂടെ കണ്ടില്ല, ഇവിടെ എന്തെങ്കിലും ഫോട്ടോസ് എടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഡേഞ്ചറസ് ആയിട്ടൊന്നുമില്ല. പിന്നെ കൂടാതെ ഞാൻ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ വേറെ ആ സമയമായതുകൊണ്ടാണോ എന്താണെന്ന് അറിയാൻ പാടില്ല, ശനി ഞായറും അല്ല, ഞാൻ ഇട ദിവസം ആയതുകൊണ്ട് എനിക്ക് അത്ര വേറെ ആരെയും കണ്ടില്ല. ഏകദേശം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, കണ്ടില്ലേ, വേറെ ആരെയും കാണാനില്ല. അവിടെ ജസ്റ്റ് വന്ന സമയത്ത് ഒരാളുണ്ടായിരുന്നു, അവർ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കപ്പിൾസിനൊക്കെ പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഇവിടെ. പിന്നെ ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും വീഡിയോസ് അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണ്. ഇപ്പോൾ നമ്മൾ എവിടെയും പോകുമ്പോൾ ഇപ്പോഴത്തെ സമയങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് നമുക്ക് പകൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഞാനിവിടെ പറയുന്നൊരു പ്ലെയിൻ ആയിട്ടുള്ള, അതായത് പുറത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ ആരും ഈ സമയത്ത് പോകാറുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലൂടെ നിൽക്കുകയും ചെയ്യാം, തണലുമുണ്ട്, എന്നാൽ ഫോട്ടോസും എടുക്കാം. പകൽ നമുക്ക് എൻജോയ് ചെയ്യാവുന്നൊരു സ്ഥലമാണ്. വേറെ ശല്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി ഫോട്ടോസും ഒത്തിരി വീഡിയോയും എല്ലാം ഞാനവിടെ ചെയ്തിട്ടുണ്ട്. കയറി നമ്മൾ ഏകദേശം നടക്കുന്നതോറും പിന്നെ കണ്ടില്ല, ഇതെല്ലാം കാണുന്നത് എൻ്റെ ബാക്ക് സൈഡ് ഞാൻ റൗണ്ട് ചെയ്തെടുത്തേക്കണതാണ് കുറേ മരങ്ങളെങ്കിൽ. ഇപ്പോൾ ഈ കണ്ട, ഞാൻ അവിടെ നിന്ന് കയറി നമ്മൾ ഇവിടം വരെയാണ് പോകുന്നത്. ഇവിടം വരെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിപ്പോൾ തിരിച്ചു പോകണം. ഇതുപോലെ ഇനി അങ്ങോട്ട് നടക്കാനുണ്ട്. പക്ഷെ അത് നമ്മൾ കുറച്ചൊക്കെ നടന്ന കാരണം പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ്. നല്ല ഉച്ച സമയമാണല്ലോ, പിന്നെ സമയമില്ലാത്ത കാരണം നമ്മൾ തിരിച്ചു പോകുന്നു. പക്ഷേ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇതാണ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മൾ എവിടെയെങ്കിലും വ്യൂ പോയിൻ്റ് ഇപ്പോൾ ഏകദേശം നമ്മൾ ഒരു സ്ഥലം കുറച്ച് സ്ഥലം ഏരിയ ഇതല്ല, നമ്മൾ നടന്ന് അറ്റം വരെ നമുക്ക് പോകും. അപ്പോൾ കണ്ടല്ലോ, ഇതിന് നടുക്കുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ നല്ല തണലാണ്, നല്ല. അപ്പോൾ ഇവിടുത്തെ നമ്മൾ വന്ന റോഡാണ് കാണുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഇരിക്കുകയോ നമുക്ക് എന്ത് സംസാരിച്ചിരിക്കുക, വേറെ ഒരു പ്രശ്നം. പക്ഷേ ഇപ്പോൾ ഈ നല്ല വേനലായതുകൊണ്ടാണ് ഈ കണ്ടില്ല എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട്, ചില്ലകളും ഇതെല്ലാം ഇലകളെല്ലാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഡിസംബർ, ജനുവരി അല്ലെങ്കിൽ നവംബർ ആ സമയമൊക്കെ ഓണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം നല്ല ഗ്രീനറി ആയിരിക്കും. എന്നിട്ടും ഇത്രയും വെയിലുണ്ടായിട്ടും ഒരുവിധം ഗ്രീനറി ആണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയാൻ പറ്റും. കാരണം ഇത് ഇപ്പോൾ സീസൺ സമയം ആകുമ്പോഴത്തേനും, സീസൺ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ആ സമയം ആകുമ്പോഴത്തേനും ഈ ഫുള്ള് ഇപ്പോൾ ഈ കരിഞ്ഞിരിക്കുന്ന മുഴുവൻ ഗ്രീനായിട്ട് വരും. വേറെ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാൽ കണ്ടാൽ അറിയാൻ പറ്റും. ഇഷ്ടംമാതിരി പച്ചപ്പ്. ഇപ്പോൾ നടന്നു പോകാൻ പോലും
ഇല്ലാത്തവണ്ണം പച്ച ഇങ്ങനെ സൈഡ് മുഴുവൻ. പക്ഷേ ഇപ്പം നല്ലപോലെ തെളിഞ്ഞ് കിടപ്പുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ക്ലൈമറ്റിലും പോകാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടില്ലേ, നമ്മൾ തിരിച്ച് ഇറങ്ങി വരിക, വന്ന വഴി തന്നെ കയറി പോയ വഴി തന്നെ ഇറങ്ങി വരികയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നല്ല രസമായിരുന്നു. നമുക്ക് അവിടെ പോയി വേറെ ശല്യങ്ങളൊന്നും ഇല്ലാണ്ടല്ലോ. ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ആ കാണുന്ന പാറ, നമ്മൾ ഇറങ്ങി തിരിച്ചിതേ വന്നുകൊണ്ടിരിക്കണം. ഇവിടെ കാറാണ് ആ കിടക്കണത്. അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യണേ. അതിൻ്റെ അടുത്തായിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് ലാസ്റ്റ് ചെല്ലുമ്പോൾ കാണാൻ പറ്റും ഒരു കടയുമുണ്ട്. ഒരു ചെറിയ കട, പെട്ടിക്കട പോലത്തെ ഒരു ചേച്ചി നടന്ന കട. അവിടെ നമുക്ക് നാരങ്ങ വെള്ളം, അത്യാവശ്യം നാട്ട്സും കാര്യങ്ങളും എല്ലാ സാധനവും അവിടെ തന്നെ കിട്ടും. നല്ല വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വേണം. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ജസ്റ്റ് ഇടുക്കി പോണ വഴി, അല്ല വാഗമണ്ണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോണ വഴി നമ്മൾ അതിലെ പോവുക. ആ സ്ഥലങ്ങൾ ലൊക്കേഷൻ വെച്ചാൽ കറക്റ്റായിട്ട് ഇടും. പോകുന്ന വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മതി. കണ്ടോ, ഇവിടെ നേരെ കാണുന്ന ആ വഴി അങ്ങോട്ട് കിടക്കണ നേരെ പാറമടയിലോട്ട് ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഏകദേശം 3-4 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ലെഫ്റ്റ് തിരിയും. പാറമട എന്ന് പറഞ്ഞ പ്ലേസിലോട്ട് വരും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം ഇടുക്കിയിലോട്ടുള്ള. ബാക്കിലോട്ട് കിടക്കുന്ന വഴിയാണ്. കണ്ട, ലെഫ്റ്റിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ലെഫ്റ്റിലോട്ട് കിടക്കുന്ന വഴി നേരെ തൊടുപുഴയ്ക്കും വരാൻ പറ്റും. ഓൺ ദി വേ നമുക്ക് നിർത്തിയിട്ട് അത്യാവശ്യം ഫോട്ടോസും എടുക്കുക. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല ഇതായിരിക്കും. നല്ല ഈ സമയം തന്നെ അധികം ചൂടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.